ഹായ്, മൈസൂർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ടയർ മ്യൂസിയം, പയാന ടയർ മ്യൂസിയം. നമ്മളിപ്പം പോകുന്നത് അവിടേക്കാണ്. നമ്മുടെ അവിടെ കാർ പാർക്കിംഗ് ഒക്കെ അതിൻ്റെ ഫ്രണ്ട് സെൻസ് തന്നെ ഉണ്ട്. പിന്നെ ഈ മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടയറിൻ്റെ ഷേപ്പിലാണ്. അതുകൊണ്ട് തന്നെയാണ് ടയർ മ്യൂസിയം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഒരു വിൻറ്റേജ് കാറുകളും ഒരുപാട് പണ്ട് മുതൽക്കേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയൊക്കെയായിരുന്നു, അങ്ങനത്തെ കുറേ വാഹനങ്ങളുടെയൊക്കെ ഒരു മ്യൂസിയമാണിത്. അപ്പം നമ്മൾ മൈസൂർ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 50 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ്. അപ്പം ഈ മൈസൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. പിന്നെ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഒക്കെ അലൗഡാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ടയറുകളാണ്. തുടക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടയർ മുതൽ അങ്ങ് തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കുതിരവണ്ടിയുണ്ട്, കാളവണ്ടിയുണ്ട്, അതുപോലത്തെ കുറേ വാഹനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ അതൊരു ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട്, അതായത് നമ്മൾ പല പടങ്ങളിലും അല്ലെങ്കിൽ ഫിലിമുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളതൊക്കെ. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് കാണുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഡൈനാമോ, അതുപോലെ എൻജിന്, ടർബോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഞാനും കുറേയൊക്കെ ഫസ്റ്റ് ടൈം കാണുമായിരുന്നു. അപ്പം എന്തായാലും പറ്റുന്ന ആളുകളൊന്ന് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വിൻറ്റേജ് കാറുകളും അതുപോലെ കാറിനോടൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരിക്കും. പിന്നെ ഏകദേശം നമുക്കൊരു ഹാഫ് ഡേ ഒക്കെ ചിലവഴിക്കാം. അത്രയ്ക്ക് ഉള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അവിടെ. പണ്ടത്തെ കുതിരവണ്ടി, അതുപോലെ കാളവണ്ടി. പിന്നെ ഇവിടെ കാണുന്ന പല വാഹനങ്ങളും നമ്മൾ പല ഫിലിമുകളിലൊക്കെ കാണുന്നതാണ്. നമ്മൾ പല ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്ന ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് ലക്ഷറി കാറുകൾ, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഹണ്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കാറിൻ്റെ. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിൻറ്റേജ് കാറുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് അവിടെ. ഇത്രയധികം കാറുകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഒരുപാട് വെറൈറ്റി. കാരണം ഇന്ന് നമ്മൾ കാണുന്ന കാറുകളിൽ നിന്നൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറുകളാണ്. പിന്നെ നല്ല എന്താ പറയുക, ഒരു ലക്ഷറി ഫീലിംഗ് ഉള്ള വാഹനങ്ങൾ തന്നെയെല്ലാം. പിന്നെ വാഹനങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ പണ്ടത്തെ MIT, അതുപോലെ ബജാജ്, അങ്ങനത്തെ കുറേ ബൈക്കുകളും ഒക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് കുറേ ടൈം വന്ന് നിൽക്കാനും, അതുപോലെ തന്നെ ഇപ്പം പിള്ളേരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ. ഇങ്ങനത്തെ കാറുകളൊക്കെ ഉണ്ടോ, അവരൊക്കെ ഫിലിമിലൊക്കെ ആണല്ലോ ഇങ്ങനത്തെ കാറുകളൊക്കെ കാണുന്നത്. പിന്നെ പണ്ടത്തെ ഫസ്റ്റുള്ള ബെൻസ്, BMW, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിയറിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പാർട്സുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത്, ചില കാറുകളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ പാർട്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഭയങ്കര വെറൈറ്റി ആയിരുന്നു അവിടെ പോയി കാണാനും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മൈസൂർ വന്നപ്പോൾ ഇവിടെ വരുന്നത്. ഇത് വന്നിട്ടും അധിക കാലമൊന്നും ആയില്ല. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കാരണം ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ തന്നെയാണ്. അപ്പം നമുക്ക് കണ്ണിനൊരു കുളിർമ തരുന്നൊരു കാര്യം തന്നെയാണ്. മൊത്തത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വന്നെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ.